ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ രമേഷ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രകൃതിയോട് ചേർന്ന സ്ഥലത്താണ് കേട്ടോ. നല്ലപോലെ കാറ്റൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഒരു ഫുഡ് വ്ലോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് ജില്ലയിലെ ക്രാശ്ശേരി തണ്ണീർപ്പന്തൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഹോട്ടൽ ചില്ലീസ് എന്ന് പറയുന്ന ഹോട്ടലിലേക്കാണ് നമ്മൾ കയറി ചെന്ന് വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫ്രണ്ട്സ്, ഏകദേശം 35 വർഷത്തെ പാരമ്പര്യം ഉണ്ട് കേട്ടോ ഈ ഹോട്ടലിന്. ഫ്രണ്ട്സ്, ആ ഹോട്ടലിലെ അടുക്കളയിൽ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഹോട്ടലിൻ്റെ അടുക്കള മൊത്തം ഒരു പുകമയമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. പിന്നെ പാലക്കാട് കൊല്ലങ്കോട് മെയിൻ റോഡാണ് ആ ഹോട്ടലിൻ്റെ മുൻവശം. അതുകൊണ്ട് തന്നെ നല്ലപോലെ വാഹനങ്ങളുടെ സൗണ്ടുണ്ട്. അതിൽ മാക്സിമം നമ്മൾ വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Soalnya sudah kami gitu dari ini gitu dah. Nah terus, ini. Ya, ini ada. Ini ada. Oke, orang orang nak. Ini pasti kalau. Itu nama ini. ഫ്രണ്ട്സ്, നമ്മൾ അടുക്കളയിൽ നിന്ന് നേരെ ഭക്ഷണം കഴിക്കാനായിരുന്നു കേട്ടോ. സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചോറും മീൻകറിയും മത്തൻ എരിശ്ശേരിയും ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയും അച്ചാറും പപ്പടവും അല്പം ഉപ്പും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് അവർ കഴിക്കാനായിട്ട് തന്നത് ജയ അരിയുടെ ചോറാണ് കേട്ടോ. അപ്പോൾ വലിയ വലിയ ചോറായിരുന്നു കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ കുറച്ച് കഴിച്ചാൽ തന്നെ മതി നമുക്ക് വിശപ്പടങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ചോറും ആ മീൻകറിയും വറുത്തരച്ച് വെച്ച മീൻകറിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി. കൂടെ തന്നെ നമ്മൾ കുറച്ച് മത്തൻ എരിശ്ശേരിയും കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ച് കുഴച്ച് കഴിച്ച് നോക്കി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നന്നായി വെന്തുടഞ്ഞ മത്തനായിരുന്നു കേട്ടോ അത്. മത്തനാണെങ്കിൽ നന്നായി പഴുത്ത മത്തനായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മധുരവും കൂടി, ചെറിയൊരു മധുരവും ഉണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മൾ ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ.
ഒരു രക്ഷയില്ല പറയാനായിട്ട്. ബ്രേഡ് ആണെങ്കിൽ നന്നായി വെന്തുടഞ്ഞ് ബ്രേഡ് ആയിരുന്നു കേട്ടോ. അത് ആ ബ്രേഡ് ആ കടുകൊക്കെ നന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാൻ ബ്രേഡ് മെഴുക്ക് വരട്ടിയും ചോറും ആ മീൻകറിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ആ കിട്ടിയ നാരങ്ങ അച്ചാർ കുറച്ച് അല്പം എടുത്ത് മീൻകറിയും ചോറും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ അച്ചാറൊക്കെ അവർ ആ കടയിൽ തന്നെ ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാറാണ് കേട്ടോ. പുറത്തുനിന്നൊന്നും അച്ചാർ വാങ്ങുന്നില്ല അവർ. നാരങ്ങ വാങ്ങി അത് ഉപ്പിലിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള അച്ചാറായിരുന്നു കേട്ടോ അത്. ഫ്രണ്ട്സ്, നമ്മൾ 2ാം പ്രാവശ്യം കുറച്ച് ചോറ് വാങ്ങിച്ചിട്ടോ. ചോറ് വാങ്ങിച്ച് കുറച്ച് മത്തനരിശ്ശേരിയും ചോറും മോരും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. കൂടെ തന്നെ ആ ബ്രേഡ് മെഴുക്ക് വരട്ടിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി, മോരും കൂടി. അതൊരു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു. കൂടെ തന്നെ കുറച്ച് മത്തനരിശ്ശേരിയും കുറച്ച് ബ്രേഡ് മെഴുക്ക് വരട്ടിയും കുറച്ച് അച്ചാറും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി രുചിയായിരുന്നു കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് ഞാനിങ്ങനെ കഴിച്ചു കേട്ടോ. ഫ്രണ്ട്സ്, ഒരുപാട് വീഡിയോ ലെങ്തായി പോകുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കഴിക്കുന്ന വീഡിയോസൊന്നും ബാക്കി ഭാഗം കട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ ആ കടയിൽ ചേട്ടനടുത്ത് ചോദിച്ചറിയാം. പേര് സുബൈർ അല്ലേ? എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? 2 വർഷം. കഴിക്കാനുള്ളത് കാലത്തും അപ്പം, ദോശ, റോസ്റ്റ്, നെയ് റോസ്റ്റ്, സാധാ റോസ്റ്റ്, ഉള്ളി റോസ്റ്റ്, മസാല ദോശ. ഉച്ചയ്ക്ക് ബിരിയാണി, ഊണ്, ചപ്പാത്തി, പൊറോട്ട. രാത്രി ചപ്പാത്തി, പൊറോട്ട, ദോശ, റോസ്റ്റ്. കാലത്ത് എത്ര മണിക്ക് തുറക്കും നിങ്ങൾ? 7 മണിയാവും. എത്ര മണിയുണ്ടോ വൈകിട്ട്? വൈകിട്ട് 10 വരെ ഉണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ചിഹ്നം കൂടെ അമർത്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും